സോ നമുക്കൊരു പ്രോബ്ലം ഇപ്പോൾ സോൾവ് ചെയ്ത് നോക്കാം. ഒരു ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ക്ലിയർ സ്പാൻ 4.76 meters to carry 16 kilonewton per meter uniformly distributed load. Use M20 concrete and FE 415 steel. സോ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റഫ് സ്കെച്ച് വരയ്ക്കുക. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഓക്കെ, സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ എപ്പോഴും രണ്ട് എൻഡ്സിൽ സപ്പോർട്ടഡ് ആയിരിക്കും. സോ ഒരു മേസൺറി സപ്പോർട്ടാണ് നമുക്ക് അസ്യൂം ചെയ്യാം. ഇതിനകത്ത് ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ സ്പാൻ നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇറ്റ് ഈസ് 4.76 meters. ഓക്കെ, ഇനി ക്യാരി ചെയ്യുന്നത് ഒരു UDL ആണ്. ഇറ്റ് ഈസ് 16 kilonewton per meter യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ആ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് നമ്മൾ വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യണം? ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഇഫക്റ്റീവ് ഡെപ്ത്. ഇഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സ്മോൾ d കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇഫക്റ്റീവ് സ്പാൻ വേണം. ഇഫക്റ്റീവ് സ്പാൻ നമ്മളെന്ത് പറഞ്ഞു? ഇഫക്റ്റീവ് സ്പാൻ ഈസ് ഈക്വൽ ടു സ്മോൾ d അറിഞ്ഞൂടാത്തത് കൊണ്ട് നമ്മൾ ക്ലിയർ സ്പാൻ പ്ലസ് d എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കുന്നില്ല. പകരം സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ്. അതിന് എന്ത് വേണം? യു ഷുഡ് നോ ദ വിഡ്ത്ത് ഓഫ് ദ മേസൺറി സപ്പോർട്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ മേസൺറി സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് തന്നിട്ടില്ല. സോ ലെറ്റ് us assume the width of the support. എത്രയെന്ന് പറഞ്ഞെടുക്കാം? Let us assume support width is equal to 0.24 meters. 24 centimeter ആണെന്ന് അസ്യൂം ചെയ്യുക. 0.24 meter. ഓക്കെ, ഇംപ്ലൈസ് ഇഫക്റ്റീവ് സ്പാൻ എത്രയാണ്? ഇഫക്റ്റീവ് സ്പാൻ L എന്ന് പറഞ്ഞെടുക്കുക. ഇഫക്റ്റീവ് സ്പാൻ L എത്രയാണ്? 4.76 പ്ലസ് ഹാഫ് ദിസ് മേസൺറി വിഡ്ത്ത് പ്ലസ് ഹാഫ് ദിസ് മേസൺറി വിഡ്ത്ത് എന്ന് വെച്ചാൽ ഹാഫ് ചേർന്ന് ഫുള്ളാവും. 0.24 meters. ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 meters എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഫർദർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഇഫക്റ്റീവ് സ്പാനിന് പകരം മില്ലിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 5000 millimeter. ഓക്കെ, ഇനി ഇഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കണം. അതിന് നമുക്കറിയാം ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് ഇഫക്റ്റീവ് സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് അറിയാവുന്നുള്ള വാല്യൂസ് 5000 ഡിവൈഡഡ് ബൈ d ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. ദിസ് ഇംപ്ലൈസ് ഡിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുക, 20നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കൊണ്ടുപോകുക. സോ d റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ d ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5000 ബൈ 20. സോ d ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് 250 millimeter എന്ന് കിട്ടും. ഓക്കെ, ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദിസ് ബീം 250യേക്കാളും കൂടുതലായിട്ടൊരു വാല്യൂ ആണ്. സോ നമ്മൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ നമ്മൾ ചൂസ് ചെയ്യണം. സോ ലെറ്റ് us ടേക്ക് ഇഫക്റ്റീവ് ഡെപ്ത് d ഈസ് ഈക്വൽ ടു 250യേക്കാളും കൂടിയ ഒരു വാല്യൂ ഞാൻ ചൂസ് ചെയ്യാൻ 350 millimeter എന്ന് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ അസ്യൂം ഇഫക്റ്റീവ് കവർ is equal to 50 millimeter. Therefore, overall depth capital D is equal to effective depth plus effective cover equal to 350 plus 50, 400 millimeter. Overall depth of beam കിട്ടി. ബീമിൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത് 350, ഇതും കൂടെ ചേർത്ത് ഓവറോൾ ഡെപ്ത് എത്ര കിട്ടി? 400 millimeter. ഓക്കെ, അതായി.
കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇഫക്റ്റീവ് സ്പാൻ ഒന്നും കൂടെ കണ്ടുപിടിക്കുകയാണ്. ഇത് എന്തിനാണെന്നുള്ളത് ഇപ്പം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇഫക്റ്റീവ് സ്പാൻ നമുക്കറിയാം എത്രയാണ്. ഇഫക്റ്റീവ് സ്പാൻ, കറക്റ്റ് വാല്യൂ ഓഫ് ഇഫക്റ്റീവ് സ്പാൻ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇഫക്റ്റീവ് സ്പാൻ ആസ് പെർ കോഡ് ഇറ്റ് ഈസ് ദ മിനിമം ഓഫ് ക്ലിയർ സ്പാൻ പ്ലസ് ഡി or center to center distance between supports. Minimum of clear span plus D. Clear span 4.76 meter. 4.76 plus D എന്ന് പറഞ്ഞാൽ effective depth. Effective depth എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ് 350 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.35 മീറ്റേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് അറിയാം. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് എത്രയാണ്? 5 മീറ്ററാണ് കിട്ടിയത്. ഓക്കെ, 5 മീറ്റർ. ഈ 4.76 പ്ലസ് ഡി ആയ 0.35 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 5.10 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിലും മിനിമം ഏതാണ്? 5 മീറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് കറക്റ്റാണ്. നേരത്തെ എടുത്ത ഇഫക്റ്റീവ് സ്പാൻ കറക്റ്റാണ് അല്ലേ? അപ്പോൾ അതിൽ വ്യത്യാസമില്ല. ഓക്കെ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇനി ഫർദർ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് സ്പാൻ ഈ വാല്യൂ വേണം ചൂസ് ചെയ്യാൻ, അല്ലാതെ നേരത്തെ ഉള്ള ഇഫക്റ്റീവ് സ്പാൻ അല്ല. ഓക്കെ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഫർദർ ഇഫക്റ്റീവ് സ്പാൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഈ വാല്യൂ ചൂസ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് വിഡ്ത്ത് ഓഫ് ബീം. വിഡ്ത്ത് ഓഫ് ബീം മിനിമം വിഡ്ത്ത് എത്ര വേണം? 200 ആണ് മിനിമം വിഡ്ത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ മേസൺറി വാളിൻ്റെ വിഡ്ത്ത് 24 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സെയിം ഡയമെൻഷൻ തന്നെ വിഡ്ത്ത് ഓഫ് ബീമായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 24 സെൻറ്റിമീറ്റർ ആണ് വിഡ്ത്ത് ഓഫ് ബീമായിട്ട് എടുക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു മിനിമം എത്രയാണ്? 200 millimeter. So I am choosing B is equal to 240 millimeter ആണ് വിഡ്ത്ത് ഓഫ് ബീമായിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരി, ഇത് അസംഷനാണ്. അസ്യൂം എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ലോഡ് കണ്ടുപിടിച്ച് MU കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലോഡ് ഇവിടെ നോക്ക്. ക്വസ്റ്റ്യനിൽ ദ ബീം ഷുഡ് ബി ഡിസൈൻ ടു ക്യാരി എ ലോഡ് ഓഫ് 16 kN/m. സോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടോട്ടൽ ലോഡ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ടോട്ടൽ ലോഡ് 16 kN/m. ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് ഡിസൈൻ ടു ക്യാരി. ഈ ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇത് എക്സ്റ്റേണൽ ലോഡാണോ അതോ രണ്ടും എക്സ്റ്റേണൽ ലോഡാണോ അതോ മറ്റെന്തെങ്കിലും ലോഡാണോ ഒരു ഡീറ്റെയിൽസും പറയുന്നില്ല. ബീം ഈ ലോഡ് വേണം ഡിസൈൻ ചെയ്യാൻ. സോ ദ ടോട്ടൽ ലോഡ് ടു ബി റെസിസ്റ്റഡ് ബൈ ദ ബീം ഈ 16 kN/m. സോ W ഈസ് ഈക്വൽ ടു 16 kN/m. ആൻഡ് ഫാക്ടേർഡ് ലോഡ് എത്രയാണ്? ഫാക്ടേർഡ് ലോഡ് ഇതിനെ ഫാക്ടർ ചെയ്യുക ഈസ് ഈക്വൽ ടു 1.5 W. ദാറ്റ് ഈസ് 1.5 × 16. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 24 kN/m എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദ ഫാക്ടേർഡ് ലോഡ് WU. ഇനി ഫാക്ടേർഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഫാക്ടേർഡ് മൊമെൻറ്റ് ദാറ്റ് ഈസ് MU. ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അതിൽ പരമാവധി വരാൻ സാധ്യതയുള്ള മൊമെൻറ്റ് ഡ്യൂ ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എത്രയാണ്? ദാറ്റ് ഈസ് WU L²/8 ഈക്വൽ ടു 24 × L². ഇഫക്റ്റീവ് സ്പാൻ ഏത് ഇഫക്റ്റീവ് സ്പാനാണ്? ഈ വാല്യൂ വേണം എടുക്കാൻ. 5² / 8. സോ 24 × 5² / 8 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 75 kN/m എന്ന് കിട്ടും. ഓക്കെ, സോ MU ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? MU ലിമിറ്റ് കണ്ടുപിടിക്കണം.
finding mu limit. mu limit in the equation നമുക്കറിയാം 0.36 FCK BXU max into D minus 0.42 XU max. ഓക്കെ, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. എന്താണ് FCK? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഈസ് 20. സോ 20 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അടുത്ത വാട്ട് ഈസ് വിഡ്ത്ത്? ദാറ്റ് ഈസ് 240 millimeter. വാട്ട് ഈസ് XU മാക്സ് ഹിയർ? XU മാക്സ് എത്രയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമ്മളിവിടെ FE 415 ഗ്രേഡ് സ്റ്റീലാണ്. സോ 0.48 D ആണ് XU മാക്സിൻ്റെ വാല്യൂ ഫോർ FE 415. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.48 ടൈംസ് D. വാട്ട് ഈസ് D? D നമുക്കറിയാം. ഇഫക്റ്റീവ് ഡെപ്ത് ഈസ് 350 millimeter. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. XU മാക്സ് എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാം. ഇനി അടുത്തത് നമുക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? D എന്നുള്ളത് ഒന്ന് വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം. D ഈസ് 350 millimeter. ഓക്കെ, സോ ഈ വാല്യൂസ് എല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ mu ലിമിറ്റ് കിട്ടും. 0.36 into 20 into B is 240 into XU max. XU max ഇതായിട്ട് തന്നെ ഇടാം. 0.48 into 350. 0.48 into 350 into കഴിഞ്ഞിട്ടില്ല, ഈ വലിയ ബ്രാക്കറ്റും കൂടെ എഴുതണം. ഈ വലിയ ബ്രാക്കറ്റിനകത്ത് D എന്ന് പറയുന്നത് 350 മൈനസ് 0.42 XU max. XU മാക്സിന് 0.48 into 350. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണ് 81.12 into 10 power 6 ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇതിനെ ഞാൻ കിലോ ന്യൂട്ടൺ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് 81.12 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സോ ഇവിടെ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? അഞ്ചാമത്തെ സ്റ്റെപ്പ്, mu is less than mu limit. Since mu is less than mu limit, design this beam as a singly reinforced section. Singly reinforced beam. ഓക്കെ, അപ്പോൾ ഇനി സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ബീമിൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത്ത്, ഓവറോൾ ഡെപ്ത്ത്, വിഡ്ത്ത്, അത് റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻറ്റ്, എല്ലാ ഡീറ്റെയിൽസും കിട്ടി. ഇനി അടുത്തത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. അപ്പോൾ ഇത് എത്രാമത്തെ സ്റ്റെപ്പായിരുന്നു? ഇത് അഞ്ചാമത്തെ സ്റ്റെപ്പാണ്. ഇനി അടുത്ത ആറാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, സിക്സ്ത് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 6 എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് സെക്ഷൻ. അതിന് XUവും അറിയണം, XU മാക്സും അറിയണം. ഓക്കെ, സോ അതിനു വേണ്ടി നമുക്ക് ഉള്ള അവൈലബിൾ ഇക്വേഷൻ ഈസ് mu is equal to 0.36 FCK BXU into D minus 0.42 XU. ഓക്കെ, ഇവിടെ MUവിൻ്റെ വാല്യൂ നമുക്കറിയാം. MU നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, 75 കിലോ ന്യൂട്ടൺ മീറ്റർ. നമ്മളെപ്പോഴും ന്യൂട്ടൺ മില്ലിമീറ്ററിലാക്കി വേണം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. കാരണം ഇതിനകത്ത് B മില്ലിമീറ്ററിലാണ്, FCK ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലാണ്. സോ എപ്പോഴും ന്യൂട്ടണും മില്ലിമീറ്ററിലും ആക്കി വേണം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ MU വാല്യൂ ഈസ് 75 കിലോ ന്യൂട്ടൺ മീറ്റർ ഇൻറ്റു 10 power 6 ചെയ്താലേ ന്യൂട്ടൺ മില്ലിമീറ്റർ ആകുള്ളൂ. ഓക്കെ, ശരി. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.36 into 20 into 240 into XU into within brackets what is D? D is 350 minus 0.42 XU. ഓക്കെ, ഇത് സോൾവ് ചെയ്യണം. ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഒന്നും കൂടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. 75 into 10 power 6 is equal to, നമുക്ക് അടുത്തത് ഈ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യണം. സോ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും വാല്യൂസ് ഇതിലെ ഫസ്റ്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്ത ചെയ്യേണ്ടത് ഈ സൈൻ അതുപോലെ ഇടുക. ഇനി what is the next term? This set of terms into the second value.
ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ 0.36 ഇൻറ്റു 20 ഇൻറ്റു 240 XU ഇൻറ്റു 350 ആണ് ഫസ്റ്റ് ടേം. ഇനി അടുത്ത ഈ നെഗറ്റീവ് സൈൻ അതുപോലെ ഇടുക. ഇനി അടുത്ത സെക്കൻഡ് ടേം എഴുതണം. സെക്കൻഡ് ടേം ഈസ് ദിസ് സെറ്റ് ഓഫ് ടേം 0.36 ഇൻറ്റു 20 ഇൻറ്റു 240 XU ഇൻറ്റു 0.42 XU. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യുക. ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് പറഞ്ഞു തരാം. 75 ഇൻറ്റു 10 പവർ 6 ഇസ് ഈക്വൽ ടു 0.36 ഇൻറ്റു 20 ഇൻറ്റു 240 ഇൻറ്റു 350 XU എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 0.36 ഇൻറ്റു 20 ഇൻറ്റു 240 ഇൻറ്റു 350 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 604800 XU എന്ന് കിട്ടും. മൈനസ് ഇനി അടുത്ത ഈ ടേംസിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. 0.36 ഇൻറ്റു 20 ഇൻറ്റു 240 ഇൻറ്റു 0.42 ചെയ്യുമ്പോൾ 725.76 XU ഇൻറ്റു XU സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആക്ച്വലി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ഇത്. ഈ രണ്ട് ടേംസിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരാം, എന്നിട്ട് വേണം സോൾവ് ചെയ്യാൻ. 725.76 XU സ്ക്വയർ ഈ നെഗറ്റീവ് ടേമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഈ പോസിറ്റീവ് ടേമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ദിസ് ബിക്കംസ് നെഗറ്റീവ്. 0.604800 XU പ്ലസ് 75 ഇൻറ്റു 10 പവർ 6 ഈക്വൽ ടു 0. So this is typically a quadratic equation. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കാൽക്കുലേറ്ററിൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇതിനകത്ത് മോഡ് എന്ന് പറഞ്ഞൊരു ഫങ്ഷനുണ്ട്. അത് മൾട്ടിപ്പിളായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു മോഡിലേക്ക് എത്തും. ഇക്വേഷൻ ഫസ്റ്റ് കീ പ്രസ് ചെയ്താൽ 1 എന്ന് പറഞ്ഞ കീ പ്രസ് ചെയ്താൽ ഇക്വേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. സോ 1 പ്രസ് ചെയ്തു. അത് ചോദിക്കുന്നത് എത്ര അൺനോൺസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അതുപോലെ റൈറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഡിഗ്രി എന്നാണ്. അപ്പോൾ നമുക്കിതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ ഡിഗ്രി 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ചോദിക്കുന്ന എയുടെ വാല്യൂ. എ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ടേമിൻ്റെ കോഎഫിഷ്യൻ്റാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് 725.76 ആണ് എ. അടുത്ത ബി ചോദിക്കുന്നത് ദാറ്റ് ഈസ് ദ സെക്കൻഡ് ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ്. ദാറ്റ് ഈസ് മൈനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ മൈനസ് എഴുതരുത്, ഇവിടുത്തെ മൈനസ് വേണം ഇടാൻ. മൈനസ് 604800. ഓക്കെ, വാട്ട് ഈസ് സി? 75 ഇൻറ്റു 10 പവർ 6. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് x1 എന്ന് പറഞ്ഞൊരു വാല്യൂ, നെക്സ്റ്റ് അടിക്കുമ്പോൾ x2 എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് കിട്ടും ഞങ്ങൾക്ക്. ഓക്കെ, സോ രണ്ട് വാല്യൂസാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ XU എന്നതിന് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് XU ഈസ് ഈക്വൽ ടു 681.75 എന്നും കിട്ടും, 151.57 എന്നും കിട്ടും. ഓക്കെ, അതിനകത്ത് നമ്മൾ ലീസ്റ്റ് വാല്യൂ വേണം ചൂസ് ചെയ്യാൻ. രണ്ടും സൊല്യൂഷൻസ് ആണ്. നമ്മൾ അതിനകത്ത് ലീസ്റ്റ് വാല്യൂ ചൂസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് 151.58 millimeter. Okay, so that is the depth of neutral axis. So XU കണ്ടുപിടിച്ചു. ഇനി വേറെ എന്തും കൂടെ വേണം, XU മാക്സ് കണ്ടുപിടിക്കണം. XU മാക്സ് 0.48 D ആണ് നമുക്കറിയാം, ഫോർ FE 415 ഗ്രേഡ് സ്റ്റീൽ. അത് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.48 ഇൻറ്റു 350 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 168 millimeter. ഓക്കെ, സിൻസ് XU ഈസ് ലെസ് ദാൻ XU മാക്സ്, എന്താണ് XU is less than XU max, it is an under reinforced section. Under reinforced section. Okay, അപ്പോൾ XU ലെസ് ദാൻ XU മാക്സ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കിട്ടി. സോ therefore the design is okay. നമ്മുടെ ഡിസൈൻ കറക്റ്റായിട്ടാണ് പോകുന്നത്. സോ നല്ല ഡിസൈനാണ്. ഓക്കെ, ഇനി അടുത്ത ഫൈനൽ സ്റ്റെപ്പ് ടു ഡിറ്റർമിൻ ദ ടെൻഷൻ സ്റ്റീൽ ഏരിയ. So that is the next step to find AST.
AST കണ്ടുപിടിക്കാൻ നമുക്ക് XU കിട്ടിക്കഴിഞ്ഞാൽ AST കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? XUവിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. XU = 0.87 FY AST divided by 0.36 FCK B. XUവിൻ്റെ വാല്യൂ അറിയാം, 151.58 is equal to 0.87. FY is 415. AST ആയിട്ട് തന്നെ ഇടുക, divided by 0.36. FCK is 20 Newton per millimeter square and B is 240. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ you will get AST is equal to 725.50 millimeter square എന്ന് കിട്ടും. സോ AST വാല്യൂ ആയി. AST വാല്യൂ കിട്ടിയാൽ AST മിനിമം കണ്ടുപിടിക്കണം, AST മാക്സിമം കണ്ടുപിടിക്കണം. ഓക്കെ, AST മിനിമം നമുക്ക് പേജ് നമ്പർ 75 നിന്ന് എന്ത് കിട്ടും? 0.85 BD/FY ആണ് AST മിനിമം. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.85, B is 240 and D is 350 divided by FY is 415. എത്ര കിട്ടും? You get it as 172 millimeter square. Okay, and what is the maximum AST? AST maximum എന്ന് പറഞ്ഞാൽ 0.04 B capital D ആണ്. 0.04 into 240 into 400 equal to നമുക്ക് എത്ര കിട്ടും? 3840 millimeter square. ഓക്കെ, ഇപ്പം നോക്കുക, AST മിനിമത്തെക്കാളും കൂടുതലായിട്ടുള്ള വാല്യൂ ആണോ നമ്മുടെ AST? യെസ്. AST മാക്സിമത്തെക്കാളും കുറവാണോ നമ്മുടെ AST? യെസ്. സോ നമ്മൾ ചൂസ് ചെയ്യേണ്ട വാല്യൂ ഓഫ് AST is equal to 725.50 millimeter square. ഓക്കെ, നമ്മുടെ AST വാല്യൂ എത്രയാണ്? 725.50 millimeter square. സോ അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്യണം? നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. യു ചൂസ് എ സ്യൂട്ടബിൾ ഡയമീറ്റർ. അസ്യൂം, നമ്മൾ ഒരു ബാർ ഡയമീറ്റർ അസ്യൂം ചെയ്യുക. ഞാൻ അസ്യൂം 16 mm ഡയാബാർസ് ആണ് അസ്യൂം ചെയ്യുന്നത്. ഡയാബാർസ്, ഡയമീറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഈ ഫൈ എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യാം. അസ്യൂം 16 mm ഡയാബാർസ്. നമ്പർ ഓഫ് ബാർസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? AST എത്രയാണ്? AST, you know the value of AST is equal to 725.50 divided by pi/4 into diameter square, that is 16 square. ഇത് ചെയ്യുമ്പോൾ 3 point something എന്ന് കിട്ടും. You have to assume it as 4 bars. ഓക്കെ, എന്നിട്ട് ഫൈനലി എഴുതണം, provide 4 bars of 16 mm diameter as tension reinforcement. ഫൈനലി ഒരു ഫിഗറും കൂടെ വരയ്ക്കുക. നമ്മൾ ഡിസൈൻ ചെയ്ത ബീമാണ്. ബീമിൻ്റെ വിഡ്ത്ത് നമുക്കറിയാം, ഇറ്റ് ഈസ് 240 millimeter. എത്ര ബാർസാണ്? 4 bars ഓഫ് 16 mm ഡയമീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇഫക്റ്റീവ് ഡെപ്ത്ത് നമുക്കറിയാം, ഇറ്റ് ഈസ് 350 millimeter. ഓവറോൾ ഡെപ്ത്ത് നമുക്കറിയാം, ഇറ്റ് ഈസ് 400 millimeter. എന്നിട്ട് ബാർ ഡീറ്റെയിൽസ് ഇവിടെ എഴുതുക. 4 bars, 4 എണ്ണമാണ്. 4 bars എന്ന് പറഞ്ഞ എണ്ണത്തിന് 4 numbers എന്ന് എക്സ്പ്രസ് ചെയ്യാൻ 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഹാഷ് സിമ്പൽ കൊടുക്കാം. എന്നിട്ടൊരു ഹൈഫൻ ഇട്ടിട്ട് 16 ഡയ എന്ന് പറഞ്ഞാൽ 4 number ഓഫ് ബാർസ് ഈച്ച് ഓഫ് ഡയമീറ്റർ 16 mm. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ ഡയമെൻഷൻസും മില്ലിമീറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് സൈഡിൽ എഴുതുക ഓൾ ഡയമെൻഷൻസ് ഇൻ മില്ലിമീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ഈ പ്രോബ്ലം കുറച്ച് ലെങ്തിയാണ്, നിങ്ങൾക്ക് അറിയാം. ഈ ലെങ്തി പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വളരെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സാം ഹാളിൽ നമുക്ക് സക്സസ്ഫുള്ളി ഇത്രയും സ്റ്റെപ്പ് കവർ ചെയ്ത് സമയത്തിനുള്ളിൽ തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ശരി.